ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. നമ്മുടെ വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ആണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അപ്പൊ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ. ആ ഒരു സമയത്താണ് വർഷേനെ കാണാനായിട്ട് വർഷയുടെ അമ്മ വരുന്നത്. അപ്പൊ വർഷ ഡബ് ചെയ്യുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു അമ്മായിയമ്മ മരുമകളോട് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ ഭർത്താവിന്റെ. അപ്പം നിന്റെ ഭർത്താവിനെ സൂക്ഷിക്കണം, നിന്റെ ഭർത്താവിന്റെ മറ്റു കൂട്ടുകെട്ടുകളൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുക. അതായത് നമ്മുടെ വർഷയുടെയും വർഷയുടെ അമ്മയുടെയും അതേ സിറ്റുവേഷൻ. വർഷയുടെ അമ്മ വന്നിരിക്കുന്നത് ശ്രീകാന്തിനെ കുറിച്ച് കുറ്റം പറയാനാണല്ലോ. ശ്രീകാന്ത് പ്രിയയുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം, പ്രിയ അത്രയ്ക്ക് ശരിയല്ല എന്നൊക്കെ പറയാന്. അപ്പൊ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വർഷ അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പം ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അമ്മ, ഇതിപ്പോ കൊള്ളാലോ, എനിക്ക് പറയാനുള്ളത് അവള് ഇപ്പം ഡബിങ്ങിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് പറയാനുള്ളത് തന്നെയാണല്ലോ ഇവരിപ്പം ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം വർഷയുടെ അമ്മ വന്നതും അയാള്, അതായത് അവിടുത്തെ ഡബ്ബിംഗ് മാസ്റ്റർ, അതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ വർഷയുടെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ മാസ്റ്ററെ, എന്നാ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ അമ്മേനെ കാണാനായിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഈ ഒരു റൂം ഉണ്ടല്ലോ, ഒരു കോർണർ ഉണ്ട്, അവിടെ പോയി ഇരിക്കുകയാണ്. അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും വർഷേ, ഞാൻ നിന്നോട് അർജന്റ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കാൻ ഇരിക്കുന്നത് ഒരു സീരിയസ് മാറ്റർ നിന്നോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ, എന്ത് സീരിയസ് മാറ്റർ ആണെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നീ സൂക്ഷിക്കണം മോളെ, നീ സൂക്ഷിക്കണം, നിന്റെ ഭർത്താവിനെ നീ സൂക്ഷിക്കണം. ശ്രീകാന്തിനെ സൂക്ഷിക്കാനോ? ഇതെന്താ സൂക്ഷിച്ച് പേഴ്സിനകത്തോ അല്ലെങ്കിൽ ബാഗിനകത്തോ കൊണ്ട് നടക്കാൻ? എന്താ അവനെന്താ വല്ല സ്വർണമോ അല്ലെങ്കിൽ പിന്നെ വല്ല കോടികളുടെ രൂപയോ വല്ല കോടികൾ വല്ലോ ആണോ? എന്താ അമ്മ ഈ പറയുന്നത്? അതൊന്നും അല്ല ഞാൻ പറയുന്നത് മോളെ, ശ്രീകാന്തിനെ നീ സൂക്ഷിക്കണം. ശ്രീകാന്തിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ശ്രീകാന്തിന്റെ കൂട്ടുകെട്ട് ശരിയല്ലേ? ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ദേ, അവൻ ഇന്നൊരു പെണ്ണുമായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഒരു കടയിൽ കയറി എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നീ രാവിലെ എണീക്കുന്നു, ഡബ്ബിങ്. നീ നിന്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ നീ നിന്റെ ഭർത്താവ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നീ അന്വേഷിക്കുന്നുണ്ടോ? ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ശ്രീകാന്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ശ്രീകാന്ത് ഇന്ന് ഷോപ്പിങ്ങിന് പോയി, എനിക്കറിയാം. ശ്രീകാന്ത് എന്നോട് പറഞ്ഞിരുന്നു അവിടുത്തെ പ്രിയ മേഡവുമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നു. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഈ വക കാര്യങ്ങളും ഏഷുടിയും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാല് ഇതല്ലായിരിക്കും കേട്ടോ എന്റെ മറുപടി. ഇനി ഈ വക കാര്യങ്ങൾ പറയരുത്. കഷ്ടമുണ്ടോ അമ്മേ? ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ മോശമാണ്. എന്റെ ഭർത്താവ് പോയിരിക്കുന്നത് ഭർത്താവിന്റെ ഓണറുടെ മകളുമായിട്ടാ. അല്ലെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും ഒരു ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ കൂടെ പോകാൻ പറ്റത്തില്ലേ? പൊക്കെ എന്നോട് ഇവക കാര്യം പറഞ്ഞോട് വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ മഹിമനെ അടിച്ചോടിച്ചു വിടുകയാണ് കേട്ടോ അവിടെ നിന്ന്. എങ്കിലും എവിടെയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വർഷയുടെ മനസ്സിൽ തട്ടാതിരിക്കത്തില്ലല്ലോ. പെണ്ണാണല്ലോ, അപ്പൊ തട്ടൂല്ലോ. സ്വന്തം ഭർത്താവ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും തട്ടാതിരിക്കത്തില്ല. ഏതായാലും ഇച്ചിരി തട്ടിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ മഹിമയുടെ മുമ്പില്, പിന്നെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, നല്ല പാട്ടൊക്കെ പാടി. ഇത് കണ്ടോണ്ടാണ് വർഷ കയറി വരുന്നത്. വർഷയ്ക്ക് ആ പാട്ട് പാടുന്നത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. വർഷ പതിയെ ഇങ്ങനെ വന്നിട്ട്, ആഹാ ഇത് കൊള്ളാലോ, പതിവില്ലാത്ത സ്വഭാവമാണല്ലോ പാട്ട് കേൾക്കലൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത്, നീ വന്നായിരുന്നോ? പുതിയതാണല്ലോ ഇത്. അല്ല, പാട്ട് പുതിയതാണോ എന്ന് ചോദിച്ചാല് പഴയതല്ലേ. നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഇങ്ങനെ പാട്ട് കേട്ട് സ്വയം മറന്ന് ആസ്വദിച്ചിരിക്കുന്ന ഏർപ്പാടൊന്നും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ശ്രീകാന്തേ. ആദ്യമായിട്ടാ ഞാൻ ഇതൊക്കെ കാണുന്നത്, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഓ അതോ, അത് എന്താ നിനക്ക് കാര്യമായിട്ട് പറ്റിയത്? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ശ്രീകാന്ത്. അതെ, ഇന്ന് റെസ്റ്റോറന്റിലേക്ക് പുതിയ പ്ലേറ്റും കപ്പും മേടിക്കാൻ വേണ്ടി ഞാനും പ്രിയയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. അപ്പൊ കാറിൽ വെച്ച പാട്ടാ ഇത്. എനിക്ക് ഇഷ്ടായിരുന്നു ഈ പാട്ട്, അടിപൊളി പാട്ടാ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കേട്ടതാ. ഇത് ശരിയാവില്ല. പോകെ പോകെ നിന്റെ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. എന്ത് ചേഞ്ച് വരുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ല, ചേഞ്ച് ആകുന്നത് നല്ലതല്ലേ പക്ഷേ മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? അധികം ചേഞ്ച് ആയാലേ പ്രശ്നമാവേ. പ്രശ്നം ഉണ്ടാക്കരുതേ. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിന്റെ അമ്മയെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അമ്മ എന്നോടത് വന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ അമ്മ നിന്നെ വിളിച്ചായിരുന്നോ? അപ്പൊ സ്റ്റുഡിയോയില്
എന്റെ അമ്മ കാണാൻ വന്നത് നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ, കാണാൻ വന്നിരുന്നു. അപ്പോഴാ പറഞ്ഞത്. അല്ല, നിന്റെ അമ്മ സ്റ്റുഡിയോയിൽ കാണാൻ വന്നെന്നോ? എന്തിന്? എല്ലാ കാര്യവും ഞാൻ വിശദീകരിച്ച് ഇപ്പൊ പറയുന്നില്ല. നിന്റെ മൂഡ് ശരിയല്ലേ വർഷ? എങ്കിൽ മൂഡൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ വർഷ ഫോൺ എടുത്തിട്ട് പാട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. എന്തിനടി നീ പാട്ട് സ്റ്റോപ്പ് ചെയ്തത്? പാട്ടല്ലേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണ് നീ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത്? നിന്റെ മൂഡ് ശരിയായതിനു ശേഷം ഞാൻ വരാം. ദേ ഞാനൊരു കാര്യം പറയാൻ ശ്രീകണ്ഠേ, ഇവിടെ ഇരുന്നോ എന്നും പറഞ്ഞ് തലങ്ങനും വിലങ്ങനും ഒക്കെ ഇട്ട് അടിച്ചിട്ട് തലങ്ങനെയൊക്കെ വെച്ച് അടിക്കുകയാണ് കേട്ടോ. നിന്നെ ഞാനൊന്ന് ശരിയാക്കൂടാ, നിന്നെ ഒന്ന് കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വർഷ ആ ഒരു സമയത്ത് മഹിമയോട് പറഞ്ഞെങ്കിലും വർഷയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് നമ്മുടെ പ്രിയ മേഡം. അത്രയ്ക്ക് ടച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യത്തില് ഇപ്പൊ ശ്രീകാന്തിന് ഇതെല്ലാം കിട്ടുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വരുന്നത്. രേവതിയും സച്ചിയും വരുമ്പോഴത്തേക്ക് ഇവര് തമ്മിൽ ഭയങ്കര അടി. ഒരു കണക്കിനാണ് നമ്മുടെ വർഷനെ പിടിച്ചൊന്ന് മാറ്റുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്റെ പൊന്നേട്ട കണ്ടോട്ടെ എന്നെ തല്ലി തല്ലി ഒരു പാടുതിയാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വർഷ നിന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോടാ. എന്താടാ പറയടാ, സത്യം പറയടാ. വർഷ നിന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ നീ എന്തോ തെറ്റ് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താടാ പറയടാ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്തിനോട്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, എന്റെ മെക്കിട്ട് കയറുന്നത് എന്തിനാ? അതെ, ഇങ്ങനെ വർഷ തല്ലണമെങ്കിൽ നീ തന്നെയാ തെറ്റ് ചെയ്തത്. വർഷയ്ക്ക് അത്രയും ഹേർട്ടായ എന്തോ നീ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു കൊടുക്ക് സച്ചേട്ടാ എന്ന് വർഷ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എന്തുണ്ടെങ്കിലും നീ ഏട്ടനോട് പറഞ്ഞാൽ മതി. ഇവനെ ഞാൻ അടിച്ച് ശരിയാക്കുന്ന കാര്യം ഏറ്റു. പറഞ്ഞേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഇവര് കുറച്ച് വർഷാടസ്ഥാനം കൂടുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് ഇത് കൊള്ളാലോ, എല്ലാരും കൂടെ എന്റെ മെക്കിട്ട് കയറുന്നത്. ഇവളെന്തെങ്കിലും പറയുന്നത് കേട്ടെന്ന് പറഞ്ഞ്, അതെ ഇവളെന്റെ പെങ്ങളാ, പെങ്ങളൂട്ടി. മോളെ നീ എന്റെ പെങ്ങളാ, സ്വന്തം പെങ്ങള്. അതുകൊണ്ട് ഇവനെങ്ങാനും നിന്നെ തൊട്ട് കളിച്ചാല് എടാ എന്താടാ ഇവളെ ചെയ്തത് നീ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനോടങ്ങ് സച്ചി തട്ടിക്കയറാൻ ഇപ്പൊ വർഷ പറഞ്ഞു, ഏട്ടാ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല ഏട്ടാ, അതൊന്നും ഞാനൊന്ന് വിശദമായിട്ട് പഠിച്ചോട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ സച്ചേട്ടനോട് പറയാം എന്താ കാര്യം എന്ന്. അത് കഴിഞ്ഞ് സച്ചേട്ടൻ ഇവന് കൊടുത്താൽ മതിയെന്ന്. ആണോ മോളെ? എന്നാ മോള് വിശദമായിട്ടൊന്ന് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഇവന് ഞാൻ കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ആണെങ്കിൽ എന്താടി വർഷം ഇത്, നീയും ഇപ്പം സച്ചേട്ടനും കൂടെ ചേർന്ന് അറിയാലോ, സച്ചേട്ടൻ എങ്ങാനും കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തീർന്നൊന്ന് കൂട്ടിക്കൊണ്ടാ മതി, അതുപോലെ എന്നെ ഇടിച്ച് കൊല്ലൂടി. നിനക്ക് എന്നെ വേണ്ടേ? എനിക്ക് നിന്നെ വേണ്ടടാ, ഞാനൊന്ന് നോക്കട്ടെ നിന്നെ വേണോ വേണ്ടേന്ന്. നിന്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റമേ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ട് നിന്റെ മുമ്പ് വരുന്നുണ്ടടാ, ഞാൻ സച്ചേട്ടനെ കൊണ്ട് തന്നെ നിന്നെ അടുപ്പിക്കുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ആണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, ഇതെന്താ പറ്റിയത്, ഇതെന്താ എനിക്ക് സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് താടയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഫർണിച്ചർ കടയിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ സുധിയാണ് കേട്ടോ. സുധി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, നമ്മുടെ പൈലി തലയുടെ മണ്ടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതായത് ഒരു സെറ്റിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നു സുധി കിടന്നുറങ്ങുന്നു, പുറകില് ആയിട്ട് പൈല് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ശ്രുതി വന്നിട്ട് ഇതെന്ത് കോപ്രായം എന്റെ പൊന്നെ ഇതെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സുധി ഇതെന്താ സുധി പറ്റിയത്, ഇതെന്താ പറ്റിയത്, സുധി എണീക്ക് സുധി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പൈലി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ പൈലി ബോസ് 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 ദേ ബോസ് മേഡം വന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോഴത്തേക്ക് സുധി പതുക്കെ എണീറ്റു. അപ്പൊ സുധി ചോദിച്ചു, ഉറങ്ങാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്റെ പൊന്ന് സുധി? അത് പിന്നെ കടയിലേക്ക് ഒരു ഈച്ച പോലും വരുന്നില്ല, ബിസിനസ് ആകെപ്പാടെ ഡള്ള, പിന്നെ ഉറങ്ങാതെ എന്താ ചെയ്യുക? ആകെപ്പാടെ ക്ഷീണമാ എന്റെ പൊന്നു ശ്രുതി, ഇങ്ങനെ പോയാലേ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങി കുംഭകർണനാകും. അപ്പോഴത്തേക്ക് നമ്മുടെ പൈലി പറഞ്ഞു, ഞാനും നീ ഉറങ്ങും. ഉറങ്ങുന്ന എന്നെ സേവ് ചെയ്യാനാ നീ ഇവിടെ ഞാൻ നിർത്തിയിരിക്കുന്നത്, അങ്ങനെ നീ ഉറങ്ങണ്ട. ശരി ബോസ്, ഞാന് ഉറങ്ങുന്നില്ല. പിന്നെ എന്ത് പറഞ്ഞാലും ഓക്കെ ബസ് ഇവൻ ഇവൻ ഇതിന് മാത്രമേ കൊള്ളത്തുള്ളൂ എന്ന്. അപ്പോഴത്തേക്ക് വേണം ഒരു ആള് അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അകത്തേക്ക് കയറി ഒരു കസ്റ്റമർ വരിക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഒരു ക്യാഷുകാരനാണെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് പോയി ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടാട്ടോ വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ പൈലി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എല്ലാരും കൂടെ. അതായത് സുധിയും പൈലിയും ശ്രുതിയും കൂടി. അങ്ങനെ ശ്രുതി ചോദിച്ചു, അല്ല എന്താ സാർ വേണ്ടത്? ഇവിടെ എല്ലാ വീട്ടുപകരണങ്ങളും ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്നാലേ എനിക്ക് കുറെ സാധനങ്ങൾ വേണം. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, കുറെ സാധനങ്ങളോ? കുറെ സാധനം. അതെ, ആദ്യം എനിക്കൊരു കൊട്ടേഷൻ തരണം. ഷുവർ സാർ, കൊട്ടേഷൻ തരാം. ശ്രുതി ആ പാഡും പേനയും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പാടും പേനയും പേപ്പറും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ചോദിച്ചു, ഫ്രിഡ്ജ് എങ്ങനെയാണ് ഇവിടത്തെ? അപ്പോഴത്തേക്കും ഡബിൾ ഡോർ ഉണ്ട്, 1,24,000 ഒക്കെ വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് എഴുതിക്കോ. പിന്നെ 85 ഇഞ്ചിന്റെ TV ഉണ്ടോ?
അതായത് 85 ഇഞ്ച്. ആ ഉണ്ട് സാർ. എന്നാ പിന്നെ അതും എഴുതിക്കോ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും ഭയങ്കര സന്തോഷം. രണ്ടുപേരും കൂടെ ഇപ്പൊ എല്ലാം മേടിച്ചോണ്ട് പോകൂലോ. ഈ എത്ര രൂപ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അയാൾ ഓരോ ലിസ്റ്റ് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ എഴുതിക്കോണ്ടിരിക്കുന്നു നമ്മുടെ ശ്രുതി. അങ്ങനെ അയാൾ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ ഓഫീസ് റൂമിൽ കൊണ്ടിരുന്നതാണ്. അപ്പൊ ഓഫീസ് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഇപ്പൊ തന്നെ ഇതെല്ലാം എടുക്കണോ സാറിന് ചോദിക്കുമ്പോൾ ഇപ്പൊ എടുക്കണ്ടേ, 7-ാം തീയതി. 7-ാം തീയതി എനിക്ക് വേണ്ടത്. 7-ാം തീയതി എന്താ സാർ സ്പെഷ്യൽ? അന്ന് ഹൗസ് വാമിംഗ് ആയിരിക്കും അല്ലേ? അയ്യോ അല്ലല്ല, 7-ാം തീയതി ഹൗസ് വാമിംഗ് ഒന്നുമല്ല. അന്നല്ലേ നറുക്കെടുപ്പ്. അന്ന് ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്, അതിന്റെ നറുക്കെടുപ്പ് അന്നാണ്. ഇത് കേട്ടതും ശ്രുതിയും കൂടി അന്തം വിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറഞ്ഞു, ഒന്നാം സമ്മാനം എനിക്ക് അടിക്കുന്ന ജോത്സ്യം പറഞ്ഞിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിനെ ഒന്ന് നോക്കിട്ടോ. ശ്രുതി പറഞ്ഞു, അപ്പൊ പോക്കറ്റിൽ 10 രൂപ പോലും ഇല്ലല്ലേ? ലോട്ടറി അടിച്ചാൽ വന്ന് മേടിക്കാൻ വേണ്ടിയാണല്ലേ കൊട്ടേഷൻ എടുത്തത്? അതെ, ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രൈസ് എനിക്ക് അടിക്കും. ഞാൻ തന്നെയാണ് ഭാഗ്യവാൻ. ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞായിരുന്നു. ഓ, നിങ്ങൾ എന്താ ആളെ കളിയാക്കാണ്? വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് വന്നോളും. അയ്യോ, അനിയൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഫർണിച്ചറിന്റെ കടയിൽ പോയി ഇങ്ങനെ കൊട്ടേഷൻ മേടിച്ചല്ലോ. അവിടത്തെ ഓണർ ഇതേപോലെ ദേഷ്യപ്പെട്ടില്ല. എനിക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. പിന്നെയല്ലേ അന്ന് നിനക്ക് 11 ലക്ഷത്തിന്റെ കച്ചവടം നടക്കും. എടോ ഇടീക്ക്, എന്റെ ഇന്നത്തെ ദിവസം കളഞ്ഞു. ഒരു കസ്റ്റമർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിന്റെ കട 1 മാസത്തിനകം പൂട്ടിപ്പോട്ടെ. എന്റെ കടയിൽ കയറി വന്നിട്ട് എന്നെ ശപിക്കുന്നോ? ലോട്ടറി അടിച്ചാലും ഞാൻ നിന്റെ കടയിൽ നിന്ന് സാധനം മേടിക്കത്തില്ലടാ. താൻ വാങ്ങണ്ടോ? താൻ ഇറങ്ങി പോടോ. പൈലി, ഇവനെ പിടിച്ച് വെളിയിലാക്കുക. എന്റെ പൊന്നു പൈലി എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് വെളിയിലാക്കുകയാണ് കേട്ടോ. അയാൾ മുടിഞ്ഞു പോകൂടാ, നീ മുട്ടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാ പോകുന്നത്. ഏതായാലും അയാളെ പറഞ്ഞു വിട്ടപ്പോ അയാൾ ഒരു ലെറ്റർ കൈ കൊടുത്തോട്ടോ. ആരുടെ കയ്യില്? നമ്മുടെ പൈലിയുടെ കയ്യില്. പൈലി ആ ലെറ്ററും കൊണ്ട് നേരെ വരികയാണ് നമ്മുടെ സുധിയുടെ അടുത്തേക്ക്. സുധിയോട് പറഞ്ഞു, ഇന്നാ സാർ, അയാള് എനിക്കൊരു ലെറ്റർ തന്നതാ. ഇത് കണ്ടതും എന്റെ പൊന്നു, ലെറ്റർ. ഇത് ഇവിടെ വരാതിരിക്കാനാണാ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ട് നീ തന്നെ ആ ലെറ്റർ മേടിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നോ? നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് തന്നെ അയാളെ പിടികൂടാനാ. അയാളെ നീ പിടിച്ചു വെക്കണമായിരുന്നു. ക്ഷമിക്കണം ബോസ്, അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാം. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബോഡി ഗാർഡാന്ന് പോലും പറഞ്ഞിട്ട് കുറെ തീറ്റി മനുഷ്യന്റെ പൈസ കളയാനായിട്ട് വന്നേക്കാണ്. ഇനി ഈ തവണ എന്തായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കാണ്. ആ കത്ത് പതുക്കെ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കാണ് കേട്ടോ. കൈ ഇങ്ങനെ വിറച്ചാട്ടോ ഇതെടുക്കുന്നത്, കത്തെടുക്കുന്നത്. അങ്ങനെ കത്തെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വായിച്ചു നോക്കുക നമ്മുടെ സുധി. അതില് വേറെ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. മിസ്റ്റർ സുധി, നിനക്ക് ലെറ്റർ കൊടുത്തു വിടുന്ന ആള് ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹം, അതായത് ഈ ഞാൻ തിരികമനം ദേവി ക്ഷേത്രത്തിലുണ്ട്. ബ്ലാക്കിൽ വൈറ്റ് ഡിസൈനുള്ള ഷർട്ടാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കണ്ടുപിടിക്ക് എന്നാണ് ആ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്കും പേടിയായിട്ടോ. ഏതായാലും ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ശ്രുതി ബാ നമുക്ക് പോകാം, ക്ഷേത്രത്തിൽ പോയി നോക്കാം. അത് പിന്നെ ശ്രുതിനെ പറ്റിക്കാൻ ആരെങ്കിലും എഴുതിയതായിരിക്കും. നമ്മൾ എന്തിനാ പോയി സമയം കളയുന്നത്? വേണ്ട, അവൻ അവിടെ തന്നെയുണ്ട്. എങ്കിലേ ഇങ്ങനെ ഒരു കത്ത് കൊടുത്ത് വിടില്ലായിരുന്നു. അവൻ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ട് അവിടെ, അത് ഉറപ്പാ. ഇന്ന് അവന്റെ കഥ തീർക്ക് ഞാൻ. പൈലി, വാടാ പൈലി എന്ന് പറഞ്ഞു പൈലിനെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്റെ ദൈവമേ, ഇത് ഉറപ്പായിട്ട് നവീൻദാസിന്റെ പണി തന്നെയാണ്. എന്റെ ദൈവമേ, ഇന്നെല്ലാം കള്ളത്തരവും പൊളിയോ, അതിനായിരിക്കും ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു പറിച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇവർ ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തുകയാണ്. പൈലിയാണെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. പൈലി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പേടിച്ചു തൂർന്നാന്ന് തോന്നുന്നു. പൈലി ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വലിച്ചിറക്കുക നമ്മുടെ ശ്രുതിയും കൂടെ ചേർന്ന്. ഇറങ്ങണം, നിന്നെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ നീ പേടിച്ചകത്ത് കയറിയിരിക്കുന്നോടാ എന്ന് പറഞ്ഞിട്ട് വലിച്ചിറക്കാണ് കേട്ടോ. അങ്ങനെ വലിച്ചിറക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറയാണ്, എന്റെ പൊന്നു ശ്രുതി, വാ നമുക്ക് പെട്ടെന്ന് വാ നമുക്ക് പോയി നോക്കാം. അവനെ ഇന്ന് കൊല്ലണം, അവനെ ഇന്ന് എല്ലാം ഒടിക്കണം. പൈലി, നീ ഇന്ന് കൊല്ലണം അവനെ. ഞാനേറ്റു പക്ഷെ ഞാൻ ഇന്ന് അവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ വീട്ടിത്തരമൊക്കെ കാണിച്ച് ഓമാലത്തരമൊക്കെ കാണിച്ച് പൈലിയും കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശ്രുതി പേടിച്ചു പറിച്ചാട്ടോ നിൽക്കുന്നത്. ശ്രുതിക്കറിയാം നവീൻദാസ് തന്നെയാണെന്ന്. അങ്ങനെ അകത്ത് കയറി പോകുമ്പോ വെള്ളയിട്ട് ആരെയും കാണുന്നൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു സന്യാസിയുടെ വേഷത്തിൽ നമ്മുടെ നവീൻദാസ് ഇരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ ശ്രുതിയും കാണുകയാണ്. പക്ഷെ ശ്രുതിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഒരു വലിയ സ്വാമിയാണെന്നാ തോന്നുന്നത്. ബാ നമുക്ക് ആ സ്വാമിയോട് ചോദിക്കാം. അയ്യോ വേണ്ട, നമുക്ക് വന്ന കാര്യം മറക്കണ്ട. അവന് ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് തപ്പാം. അതൊക്കെ നോക്കാം ശ്രുതി. ആദ്യം നമുക്ക് സ്വാമിയുടെ അനുഗ്രഹം മേടിക്കാം. എല്ലാരും പോയി അനുഗ്രഹം മേടിക്കുന്നത് കണ്ടോ?
അവനെ കണ്ടെത്തി കഴിഞ്ഞാല് പിന്നെ അനുഗ്രഹം മേടിക്കാനൊന്നും സമയം കിട്ടത്തില്ല. അവനെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കണ്ടേ. അത് പിന്നെ സുധി വേണോ? വേണം, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് നേരെ സ്വാമിയുടെ അടുത്ത് ചെല്ല. സ്വാമി നവീൻദാസ് ആണ് കേട്ടോ. അങ്ങനെ സ്വാമിയുടെ അടുത്ത് എന്നിട്ട് സ്വാമിജി അനുഗ്രഹിക്കണം സ്വാമിജി എന്ന് പറയുക. അപ്പൊ നവീൻദാസ്, ഭക്താ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ ഭക്താന്ന്. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് അത് നവീൻദാസ് ആണെന്ന് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവീൻദാസ് പറഞ്ഞു, വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെ ഒന്നുമില്ല. ക്ഷേത്രത്തിലെ അന്നദാനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചെയ്യാം സ്വാമിജി, ചെയ്യാം, ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ കുറച്ച് പൈസ നമ്മുടെ സുധി പോക്കറ്റിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നവീൻദാസ് ഇങ്ങനെ നമ്മുടെ സുധീനെ തന്നെ നോക്കുക, സുധി നവീൻദാസിനെ തന്നെ നോക്കുകയാണ് കേട്ടോ. പക്ഷെ എന്തോ ഒരു ചെറിയ പന്തികേട് നമ്മുടെ സുധിക്ക് ഇങ്ങനെ കണ്ടിട്ട് തോന്നുക. അപ്പൊ സുധി പറഞ്ഞല്ല, സ്വാമി ഞാന് എവിടെയോ ഇതിനു മുമ്പ് കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ നവീൻദാസ് പറഞ്ഞു, കാണാന് ഒരു വഴിയുമില്ല, ഞാനേ ഇവിടെ ഇല്ലായിരുന്നു ഭക്ത. ഞാൻ വർഷങ്ങളായിട്ട് അങ്ങ് ഹിമാലയ സാന്നിധ്യത്തിലെ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അപ്പൊ ഹിമാലയ സ്വാമിജി ആണല്ലേ? അതെ, ഞാൻ ഹിമാലയം സ്വാമിജിയാണ്. ഞാൻ ഈ അടുത്ത കാലത്തേക്കാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആണല്ലേ? ഖുണ്ടികയിലേക്ക് പൈസ ഇട്ടോളൂ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുക. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഏതായാലും കാത്തിരുന്നതിന്റെ കാര്യം എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ പിന്നെ നമ്മുടെ പുതിയ കഥയായ ഇപ്പോഴേയും കിടന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താണ് ഇടുന്നത്. അതായത് അലീനയുടെ കഥ ഇടുന്ന ചാനലിൽ തന്നെയായിരിക്കും നമ്മൾ ആ ഒരു കഥയും ഇടുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.